ആശയം ഉണ്ടാകാൻ കാരണം നേരത്തെ തൊട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ ദിനങ്ങളിലൊക്കെ ഞങ്ങളുടെ യുവന പ്രസ്ഥാനത്തിന്റെ സുശാന്ത് എന്നോട് ഇങ്ങനെ ഒരു ആശയത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്റെ മറഞ്ഞിരുന്ന ഒരു ആശയത്തിന് ഉണർവുണ്ടായി. ഞങ്ങൾ അത് നടപ്പാക്കാനുള്ള ശ്രമം നടത്തി. അത് അങ്ങനെ ഈ ഏപ്രിൽ മാസം 8, 9, 10 തീയതികളിൽ ഞങ്ങളുടെ 3 ദിവസത്തെ പ്രോഗ്രാം നടത്തുകയായിരുന്നു. ഒരു പക്ഷെങ്കിൽ ഈ പ്രോഗ്രാം നടത്തുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വന്ന 2-3 വിഷയങ്ങൾ ഇതാണ്. ഒന്ന്, ഈ 35 വയസ്സിനും 92 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് ഈ BPS പങ്കെടുക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു BPS നടത്തുമ്പോൾ നമ്മുടെ നേരത്തെ ഒക്കെ സീനിയർ സിറ്റിസൺഷിപ്പ് ഒക്കെ പറഞ്ഞുള്ള സംഘടനകളുണ്ട് പ്രായമുള്ളവർക്ക് വേണ്ടി. അവർക്ക് വരുവാനൊരു മടിയുണ്ട്. സാധാരണ 60 വയസ്സിന് മുകളിലുള്ളവരാണല്ലോ അതിൽ വരുന്നത്. പക്ഷെങ്കിൽ ഈ 35 വയസ്സിനും 92 വയസ്സിനും ഇടയിലുള്ള ആളുകൾ വരിക എന്ന് പറഞ്ഞാൽ ഈ വ്യത്യസ്തമായിട്ടുള്ള പ്രായത്തിലുള്ളവരെ ഒന്നിപ്പിക്കുന്ന ഒരു വേദിയായിട്ട് അത് തീർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തെ ഘടകം, ഇവരെ പഠിപ്പിച്ചത് 30 വയസ്സിന് താഴെയുള്ള ടീച്ചേഴ്സ് ആയിരുന്നു. അതൊരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും അവർക്ക് ഇവരെ പഠിപ്പിക്കാൻ ലഭിച്ച ഒരു അവസരമായിട്ട് അവർക്കും ഒരു സന്തോഷമായിരുന്നു. മൂന്നാമത്തെ കാര്യം, അത് നമ്മുടെ ഒരു ജനറേഷൻ ഗ്യാപ്പ്, അതായത് പ്രായത്തിന്റെ പരിമിതികൾ ഒന്നിനും ഒരു തടസ്സമല്ല എന്നുള്ള രീതിയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഈ BPSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഞങ്ങളൊരു 3 ദിവസത്തെ തീം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീം 2ാമത്തെ ദിവസത്തിലായിരുന്നു. ആ തീം എന്ന് പറയുന്നത് തൊഴിലിടങ്ങളിൽ യേശു എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ നിത്യോപക സാധനങ്ങളൊക്കെ അതുണ്ടാക്കി അത് നമുക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. എന്ത് സുന്ദരമായ അവസരങ്ങളായിരുന്നു. അവരുടെ ക്രിയേറ്റിവിറ്റി കൃത്യതയോട് കാണിക്കാനുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഈ BPSലൊക്കെ സാധാരണയായിട്ട് മുതിർന്ന ടീച്ചേഴ്സ് ഒക്കെ ആടാനും പാടാനും ഒക്കെ താല്പര്യമുള്ളവരായിരുന്നു. പക്ഷെങ്കിൽ അത് അവർക്ക് അവിടെ കൊണ്ട് അവസാനിക്കുന്നതായിരുന്നു. പക്ഷെ ഈ 3 ദിവസത്തെ ഞങ്ങളുടെ ഈ വിന്റേജ് ബൈറ്റ്സ് എന്ന് പറയുന്ന ഈ BPS എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ കണ്ടന്റ്സ് വ്യത്യസ്തമായിരുന്നു. ഇത് അവർക്ക് ലഭിച്ചപ്പോൾ ഈ 3 ദിവസവും അവർക്കും പാട്ടുകളിലൂടെയും കഥകളിലൂടെയും സ്കിറ്റുകളിലൂടെയും വിവിധ കളികളിലൂടെ ഒക്കെ അത് പ്രദർശിപ്പിക്കാനും കുറച്ചുകൂടെ സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കിടുവാനുള്ള ഒരു അവസരം ഇതിലൂടെ ലഭിച്ചു. എല്ലാവരുടെയും ഒരുമിച്ചുള്ള കൂടിവരവ് ഇതിന് ഏറ്റവും സന്തോഷകരമായി. പിന്നീട് ഇത് ഒരു വിശാലമായാണ് പാരിഷ് ഹോളിൽ വെച്ച് നടന്നത്. അതുകൊണ്ട് ഇവർക്കെല്ലാം വളരെ ഫ്രീ ആയിട്ട് അതിൽ ഇടപെടുവാനും കളികളിലൊക്കെ പങ്കുചേരുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭിച്ചു എന്നുള്ളതും മറ്റൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉണർവിന്റെ അവസരമായിരുന്നു. 80-ലധികം ആളുകൾ ഇതിൽ വന്ന് പങ്കെടുത്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് നല്ലൊരു അവസരമായിട്ട് കരുതുകയാണ്. ഇത് വരും കാലങ്ങളിലും മറ്റു ഭാഗങ്ങളിലേക്ക്, മറ്റ് സഭയുടെ വിവിധ മേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ പഴയതും പുതിയതുമായിട്ടുള്ള അല്ലെങ്കിൽ പഴമയുടെയും പുതുമയുടെയും അനുഭവങ്ങൾ നമുക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു ഇടമായിട്ട് തീരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇത് ഏറ്റവും അനുഗ്രഹമായ ഒരു ശുശ്രൂഷയാണ് എന്നുകൂടെ ഞാൻ കരുതാൻ ആഗ്രഹിക്കുന്നു. വളരെ ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വോളണ്ടിയേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചവരൊക്കെ ഉണ്ട്. അതെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഭയങ്കര സഭ മുഴുവൻ ഇതിന്റെ ഇൻവോൾവ്ഡ് ആയിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഞങ്ങളുടെ ഭക്ഷണം തന്നെ വ്യത്യാസമായിരുന്നു. ഞങ്ങള് ഓരോ ദിവസവും പുഴുക്കുകള്, കഞ്ഞി, പയറ്, പഴയകാലത്തെ ഓർമ്മകൾ സ്മരിക്കുന്നതിന് വേണ്ടി പിടിയരി ഞങ്ങൾ ഇട്ടു. ഒരു ദിവസം പിടിയരി ലേലം ഉണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ ഓർമ്മകളുടെ പുതുക്കൽ കൂടിയായിരുന്നു ഈ വിന്റേജ് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം. തുടർന്നും എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ദൈവം ഇങ്ങനെയുള്ള പരിപാടികളിലൂടെ, പുതുമയിലൂടെ നമ്മുടെ സഭയുടെ ആത്മീയ വളർച്ച ഉണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥന.
കർത്താവ് തന്നെ. അദ്ദേഹം ഇവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ശിഷ്യന്മാരുടെ ജനക്കൂട്ടവും പിന്നാലെയുണ്ട്. ഞാൻ ചെന്ന് ഗുരുവിനെ സ്വീകരിക്കട്ടെ. നീ പോകുന്നില്ല മോളെ. ഞാൻ കൂടി പോയാൽ എന്റെ കുഞ്ഞാങ്ങളുടെ അടുത്ത് ആരാ ഉള്ളത്? നിങ്ങള് ലാസറിന്റെ പെങ്ങന്മാരല്ലോ. അതാ ശിഷ്യന്മാരെയും ജനങ്ങളെയും വളർത്തിയിട്ട് കർത്താവ് ഇങ്ങോട്ട് വരുന്നു. ഒപ്പം മത്തായുണ്ട്. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ധൈര്യമായി പുനരുദ്ധാനവും ജീവനും ഞാനാണ് നാഥ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നിങ്ങൾ ഈ കല്ലെടുത്ത് മാറ്റുന്നു. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ എന്നോട് പറഞ്ഞു. പിതാവേ, അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് എന്നെ അയച്ച് നടത്തുകയാണെന്ന് ഈ ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ലാസറേ, പുറത്തു വരുക. ലാസറിന്റെ കെട്ടിലടക്കി അവൻ വയ്ക്കുന്നത്. തോണിക്കാരേ, മീനെന്തു കിട്ടി, മീനെന്തു കിട്ടി, വലയെറിയും തോണിക്കാരേ, മീനെന്തു കിട്ടി, മീനെന്തു കിട്ടി, ഒട്ടുമൊട്ടും കിട്ടി.
പ്രായമുള്ളവരാക്കണമെന്ന്. ജയ് ജയ് കാനം ബിബിഎസ്, ജയ് ജയ് കാനം ബിബിഎസ്, ജയ് ജയ്. ഒരു ജയ് ജയ് VPS വിളിച്ചു. ഓക്കെ.